അപ്പോഴേ ഞങ്ങൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ? ഇന്ന് പൂമീൻ മേടിച്ചിട്ടാ. പൂമീൻ നല്ല വലിയ പൂമീനായിരുന്നു, 3/4 കിലോത്തോളം ഉണ്ടായി. ഒരു പൂമീൻ മേടിച്ചിട്ടാ. നന്നാക്കിയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് എളുപ്പമായിട്ടോ പണിയൊക്കെ. പൂമീനും മാങ്ങയും കൂടി ഇട്ട് വെച്ചതാണ് കേട്ടോ. അടിപൊളി കറിയാണ്. പിന്നെ അച്ചിങ്ങ, ചുമന്ന അച്ചിങ്ങയും പച്ചച്ചിങ്ങയും ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്ത് വാങ്ങിച്ച് അത് ചെമ്മീനിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ എൻ്റെ പൊന്നച്ചാർ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, എനിക്ക് മാത്രം മതി. അച്ചാർ എനിക്ക് മാത്രം മതി കേട്ടോ, മറ്റുള്ളവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഷ്ണം അരികിൽ ഞാൻ അച്ചാറും വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യലി. അപ്പം നമുക്കിന്നേ പൂമീനാണ് കേട്ടോ കറക്കി കിട്ടിയേക്കണത്. അപ്പോൾ അതിനെ മാങ്ങയിട്ട് കറി വെക്കാൻ പോവാണ്. അരപ്പ് കലക്കിയാണ് പണ്ട് അമ്മച്ചിമാരൊക്കെ ചെയ്യണ പോലെ അരപ്പ് കലക്കിയാണ് കേട്ടോ വെക്കണം. അരപ്പിൽ ഞാൻ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, ഉപ്പ് ഇതെല്ലാം അരച്ച് ചേർത്തിട്ടുണ്ട്. അരപ്പങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ അരപ്പ് കലക്കിയ വെള്ളവും കൂടി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ കൂട്ടി കഴിഞ്ഞിട്ടോ, എല്ലാം ആവശ്യമുള്ളതെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം മീൻ പെറുക്കിയിടാം. ഇവിടെ കറി നോക്കാട്ടോ. ചാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പൂമീൻ. ഇതാണ് പൂമീൻ. നമ്മൾ ഒരു വലിയൊരു പൂമീനായിരുന്നു കേട്ടോ, 3/4 കിലോത്തിലധികം ഉണ്ടായിരുന്നു. അപ്പോൾ 3-4 കഷ്ണം ഞാൻ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ. അതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് തന്നെ നന്നാക്കിയതാണ് കൊണ്ടുവന്നത് ഞാൻ. നമ്മൾ നന്നാക്കി കട്ട് ചെയ്യുമ്പോൾ റെഡിയാവില്ല. കാരണം ഇത് നമ്മൾ ഇങ്ങനെ വട്ടം വട്ടമല്ല, കോന്തി കോന്തിയാണ് ഇത് കട്ട് ചെയ്തേക്കണം. എന്നാലേ ഇതിൻ്റെ മുള്ളൊക്കെ വിടുകയുള്ളൂ. അവരുടെ കത്തിക്ക് അതൊക്കെ ശരിയാവുള്ളൂ. നമുക്കും പറ്റും, എന്നാലും അവരുടെ കത്തി സ്പെഷ്യൽ കത്തി ആയിരിക്കുമല്ലോ മീൻ വെട്ടുകാരുടെ. 20 രൂപ കൊടുത്താൽ ഇത് കട്ട് ചെയ്ത് നന്നാക്കി കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മുടെ പൂമീൻ കറി റെഡിയാക്കണേണ്. ഇനി ഒന്ന് തിളച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. തിളക്കട്ടെ. ഇപ്പം നമ്മുടെ കറി ഒന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ തിളച്ചിട്ടേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ഉണ്ട്, ഇട്ടിട്ടില്ല. ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കൂടി കഴിയട്ടെ. അപ്പം നമ്മുടെ കറി നോക്കാം കേട്ടോ. ഇപ്പോൾ കറി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് അധികമായി. വലിയ വേവില്ലാത്ത മീനാണ്, പറ്റിയിട്ടൊക്കെ ഉണ്ട്, എണ്ണ തിരിഞ്ഞിട്ടുണ്ട് കണ്ട. ഇനി ഒന്നുകൂടി ഇരിക്കും തോറും ഒന്നുകൂടി വറ്റും, ഇത് കുറുകി വരും. ഈ സമയത്തെ നമുക്ക് അല്പം ഉലുവ ഓട് കാച്ചി പൊടിച്ചതാണ്, ഉലുവ ഇട്ടിട്ടില്ലല്ലോ, അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ 2 തണ്ട് കറിവേപ്പില ഉണ്ടായി, അതും കൂടി അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ പൂമീനും മാങ്ങയിട്ട് വെച്ച കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഒരു പച്ചക്കറി എന്താണെന്നാ
അച്ചിങ്ങയാണ് കേട്ടോ, കളിയാക്കല്ലേ. അപ്പോൾ അച്ചിങ്ങ എന്ന് പറയുമ്പോഴേ ചുമന്ന അച്ചിങ്ങയും പച്ചച്ചിങ്ങയും കൂടി മിക്സ് ചെയ്താണ് മേടിച്ചേക്കണത്. അപ്പോൾ ചുമന്ന അച്ചിങ്ങയിൽ കുറച്ച് പൊളിയും ഉണ്ടായിരുന്നു, പൊളിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനുണ്ട്, അല്പം ചെമ്മീനിട്ടാണ് കേട്ടോ വെക്കണം. വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടി ചതച്ചതാണ്. പിന്നെ ഒരു 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഒരു പൊടിക്ക് ചെമ്മീൻ ഇടണോണ്ട് ഒരു പൊടിക്ക് മുളക് പൊടി ഇടണുണ്ട് ഞാൻ. ചെമ്മീൻ 5-6 ചെമ്മീൻ ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടാം കേട്ടോ. എന്നിട്ട് ഈ അച്ചിങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറുതീയാണ് ഇട്ടേക്കണത്, റെഡി ആവട്ടെ. ചിങ്ങ നോക്കാം കേട്ടോ. നല്ല ഫ്രഷ് അച്ചിങ്ങയായിരുന്നു, ചുവപ്പും ഉണ്ടായി പച്ചയും ഉണ്ടായി, രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്തുകൊണ്ട് ചെമ്മീനും ഇട്ടിട്ടുണ്ടല്ലോ, നല്ല ടേസ്റ്റായിരിക്കും. ഇന്നും കൂടി വളരാനുണ്ട്. നമ്മുടെ അച്ചിങ്ങ നോക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ചെമ്മീനും അച്ചിങ്ങയും കൂടിയുള്ള മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. വേപ്പില എൻ്റെ കയ്യിലില്ല, അത് കാരണം വേപ്പില ഇടുന്നില്ല. ഓക്കെ. ഇപ്പോൾ പൂമീൻ്റെ ഒരു തലയിലേ ഉണ്ടാവുള്ളൂ ഒരു മീനിന്, ആ തല ഞാൻ എടുക്കും കേട്ടോ. എനിക്ക് തലയുടെ ആ ചട്ടിയാണ് ഞാൻ കൊതിയിടല്ലേ. ഇത് കുറുക്കൻ ചാറാണ് കേട്ടോ. നല്ല മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി ഒക്കെ കൂടി ഉപ്പൊക്കെ ഇട്ട് അരച്ച് 2 കഷ്ണം മാങ്ങ എടുക്കുക. നല്ല അടിപൊളി മാങ്ങയായിരുന്നു കേട്ടോ. പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടിയാണ്, ചെമ്മീനിട്ട് വെച്ച അച്ചിങ്ങ, നല്ല ഫ്രഷ് അച്ചിങ്ങ കിട്ടി. അപ്പോൾ ഇതിൽ ചുമന്ന അച്ചിങ്ങ കൂടുതലും പൊളിയായിരുന്നു, പിന്നെ ഒടിയും പൊളിയൊക്കെ കൂടി ഇട്ടതാണ്. അപ്പോൾ കഴിക്കാം. അപ്പോൾ ഈ ചാറിത്തിരി ഒന്ന് ഒഴിക്കട്ടെ കേട്ടോ ചോറിലോട്ട്. എന്താ മണം. ലാസ്റ്റ് ഇത്ര ഉലുവാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊളിയാണേ പൊളി. ചാറ് മതി കേട്ടോ, വേറെ മീൻ വേണമെന്നില്ല. അത്ര അടിപൊളി ടേസ്റ്റാണ്. ഈ മാങ്ങ കഷ്ണത്തെ ഒന്ന് പിടിക്കട്ടെ. അടിപൊളി മാങ്ങയാണ് കേട്ടോ. പിന്നെ തലയിൽ കഴമ്പൊക്കെ കുറവായിരിക്കും, പക്ഷേ തലയാണ് ടേസ്റ്റ് മീനിൽ. ചൂടാണ്, കറി വെച്ച് കഴിഞ്ഞേ ഉള്ളൂ. കുമ്പളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അച്ചിങ്ങ പിന്നെ എൻ്റെ പൊന്നച്ചാറിനൊന്ന് തൊട്ട് നോക്കട്ടെ. ആയിട്ടില്ല കേട്ടോ, ഇന്നലെ ഇട്ടതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലോണം അഴുത്ത് അതിൽ ചേരുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത്. ആയിട്ടില്ല, എന്നാലും മധുരമായിട്ടുണ്ട് ഈ അച്ചാറിന്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ.